നമുക്ക് ഇനി ഒരു കാഴ്ചയിലേക്ക് പോകണം. റിപ്പോർട്ടർ ഇമ്പാക്ട്. കടല വിറ്റ് കുടുംബത്തിന് ഏക ആശ്രയമായ 7ാം ക്ലാസ്സുകാരന് അടച്ചുറപ്പുള്ള ഒരു പുത്തൻ വീട് കിട്ടി. ആ സന്തോഷ കാഴ്ചയിലേക്കാണ് റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്ത വാർത്തയ്ക്ക് പിന്നാലെ കാസർകോട്ടെ കുന്നുംകൈയിലെ മാജിദിനാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. കുന്നുംകൈ AUP സ്കൂളിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളും സൈലം ഗ്രൂപ്പും കൈകോർത്ത് കുന്നുംകൈയിൽ പൂർത്തിയാക്കിയ സ്നേഹവീടിന്റെ താക്കോൽദാനം സൈലം ഗ്രൂപ്പ് CEO ഡോക്ടർ S അനന്തു നിർവഹിച്ചു. പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കുമിടയിൽ ജീവിതം നെയ്തെടുക്കുന്ന മാജിദിന്റെ കഥ റിപ്പോർട്ടറാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ബാപ്പാക്ക് സുഖമില്ല. 4 മണിക്ക് വിട്ടിട്ട് പെരക്കൊക്കെ പോയിട്ട് കടലെടുത്തിട്ട് ഇവിടത്തേക്ക് വരും. വീടെല്ലാം ചോരുന്നെല്ലാം ഉണ്ട്. കുന്നുകൈ AUP സ്കൂളിലെ വിദ്യാർത്ഥിയായ മാജിദ് സ്കൂൾ വിട്ടാൽ ഓടിയെത്തും വീട്ടിലേക്ക്. ഉമ്മ വിൽപ്പന നടത്താൻ എടുത്തുവെച്ച കടലയുമായി അവൻ തിടുക്കത്തിലിറങ്ങും. രാത്രിയാവോളം വിൽപ്പന. അങ്ങനെയായിരുന്നു ഈ 7ാം ക്ലാസ്സുകാരൻ കുടുംബത്തിന് തണലൊരുക്കിയത്. ജീവിതഭാരം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത മാജിദിന് അടച്ചുറപ്പുള്ള വീടെന്നത് സ്വപ്നമായിരുന്നു. ഒടുവിൽ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ 7ാം ക്ലാസ്സുകാരന്റെയും കുടുംബത്തിന്റെയും സ്വപ്നം യാഥാർത്ഥ്യം. വാർത്തയ്ക്ക് പിന്നാലെ നാട്ടിലെയും വിദേശത്തെയും സുമനസ്സുകൾ സഹായങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു. ഇടയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വീട് പണി നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും സൈലം ഗ്രൂപ്പ് ഇടപെട്ട് 7ാം ക്ലാസ്സുകാരന് വീടൊരുങ്ങി. അസുഖബാധിതരായ മാതാപിതാക്കളെ സഹായിക്കാനാണ് മാജിദ് കടല വിൽപ്പനയ്ക്കിറങ്ങിയത്. മകനിലൂടെ സ്വന്തമായി വീട് യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് മാതാപിതാക്കളും. ഒരുപാട് ആൾക്കാരിൽ കേരളത്തിൽ മൊത്തം കൂടിയിട്ട് നമുക്ക് നല്ല അടിപൊളി വീട് വെച്ചു തന്നു. അതിൽ വളരെയധികം സ്നേഹമുണ്ട് എല്ലാവരടുത്തും. എത്ര പറഞ്ഞാലും മതി തീരൂല. അതുകൊണ്ട് ഒരിക്കലും അവരെ അമ്മ മറക്കൂല. 7ാം ക്ലാസ്സുകാരന്റെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ കൂടെ നിന്ന കുന്നുകൈ സ്കൂളിലെ ടീച്ചർമാർക്കും മാജിദ് അഭിമാനമാണ്. സത്യസന്ധത എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ മിക്കവാറും കുട്ടികൾക്ക് വളരെ കുറച്ച് പേരിലേ നമ്മൾ കാണുന്നുള്ളൂ. ഈ കുട്ടി എല്ലാവർക്കും ഒരു പാഠമാണ്. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.